Assalamualaikum warahmatullahi ta'ala wabarakatuh. Marhaban ya tullab. Kaifal hal ya tullab? Zainantum ya tullab. ഏഴാം ക്ലാസ്സിലത്തെ മക്കളെ എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് സാറ് വിശ്വസിക്കട്ടെ. നമ്മൾ ഓൾറെഡി ഏഴാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അത്, അല്ലേ? വലിയൊരു നാടകമായിട്ട് ബന്ധപ്പെട്ട, അല്ലേ, നാടകവുമായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു, നാടകമായിരുന്നു ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് വേറൊരു ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് സാറ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ ചാപ്റ്റർ കണ്ടുവരാത്തവർ നിർബന്ധമായിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് നല്ല മനോഹരമായിട്ട് കേൾക്കുക. എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗം എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുകയുള്ളൂ. ഓക്കെ ആണോ മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കടന്നൂടെ? എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഇരുന്നാട്ടെ, എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് ഇരുന്നാട്ടെ. നമുക്ക് എന്ത് ചെയ്യണം, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ അറബി വിഷയത്തിൽ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് വാങ്ങണം. അറബിയിൽ ഒരാൾ പോലും എന്താവരുത്, തോറ്റു പോകരുത്. പക്ഷേ എല്ലാവർക്കും എന്ത് ചെയ്യണം, നല്ല മാർക്ക് എന്ത് ചെയ്യണം, അറബി വിഷയത്തിൽ നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സാർ ഇവിടെ വന്നിട്ടുള്ളത്, നമ്മുടെ എക്സാമിനർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റ പണി ചെയ്താൽ മതി. ഈ ക്ലാസ് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വേറെ എവിടേക്കും ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് കേട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. കേട്ടിങ്ങനെ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുള്ള പോയിന്റുകൾ, നിങ്ങളുടെ കിതാബിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, വെച്ചിട്ട് എന്ത് ചെയ്യുക, ടോട്ടലായിട്ട് പഠിക്കുക. എന്നാൽ എന്ത് ചെയ്യുക, നല്ല മാർക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. നോക്കൂ, അൽ ബിഅത്തു സലീമ, ആരോഗ്യകരമായിട്ടുള്ള, അല്ലേ, ശുദ്ധമായിട്ടുള്ള ഒരു പ്രകൃതിയെക്കുറിച്ചാണ്, ഒരു പരിസ്ഥിതിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ മക്കളെ, ഇതിലെന്ത് ചെയ്യുന്നതാണ്, ഒരു ഗദ്യമാണ്, ഒരു കവിതയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ ഇട്ടിട്ടുള്ളത്. അപ്പം മുഹമ്മദ് ഫാദിലു സുലൈമാൻ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കവിത എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കൂ, അപ്പോൾ നമ്മുടെ ഹെഡിങ് ആണ് എന്ത്, അൽ ബിഅത്തു സലീമ. അൽ ബിഅത്തു സലീമ എന്ന് പറഞ്ഞാൽ എന്താ, ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധികരമായിട്ടുള്ള എന്താണ്, പരിസ്ഥിതിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിത എന്ത് ചെയ്യുന്നത് ഉടനീളം പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു കവിതയാണ്, ഒരു പോയമാണ്. എന്ത് ചെയ്യണം, എൻ്റെ പൊന്നുമക്കളൊക്കെ മനസ്സിലാക്കി വെക്കണം. നോക്കൂ, എന്നിട്ട് നമ്മുടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, പാടുകയാണ്. എന്ത്, തആലൗ മഇ അയ്യുഹൽ അസ്തിക നശിദ്ദുൽ ഹയാദി സ്വബാഹൻ മസാ. ഒരു കുട്ടി പറയാണ് എന്ത്, തആലൗ, വരൂ മക്കളെ, തആലൗ മഇ, എൻ്റെ കൂടെ വരൂ, അയ്യുഹൽ അസ്തിക, ഓ എൻ്റെ കൂട്ടുകാരെ. അപ്പോൾ ഒരു കുട്ടി എല്ലാ കൂട്ടുകാരെയും ഒരുമിച്ച് കൂട്ടി വിളിക്കുകയാണ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്ത് ചെയ്യൂ, എൻ്റെ അടുത്തേക്ക് ഓടി വരൂ. എന്തിനാണ് വരുന്നത്, നശുദ്ദു ഹയാദി, നമ്മുടെ കൈകൾ നമുക്ക് എന്ത് ചെയ്യാം, നശുദ്ദു, കോർക്കാം, അല്ലേ? അപ്പോൾ നശുദ്ദു ഹയാദി, നമ്മുടെ കൈകൾ കോർക്കാം, സ്വബാഹം വ മസാൻ, എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യാം, കൈ കോർത്ത് ചേർത്ത് പിടിക്കാം. എന്തിനാണ്? ബാക്കി കേട്ടോളൂ. നിന്നഹ്മിയ ബിയാതന അൽ ഖാലിയ, ഈ ദുഷ്കരമായിട്ടുള്ള, ഈ അമൂല്യമായിട്ടുള്ള, ഈ അമൂല്യമായിട്ടുള്ള ഈ ബിഅത്തിനെ, ഈ പരിസ്ഥിതിയെ നമുക്ക് എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. ലിന്നഹ്മിയ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബിഅത്തന, നമ്മുടെ പരിസ്ഥിതിയെ, അൽ ഖാലിയ, ഈ ദൂഷകരമായിട്ടുള്ള, ഈ മോശകരമായിട്ടുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കാനാണ് നമ്മളൊക്കെ രാവിലെയും വൈകുന്നേരവും കൈ കോർക്കേണ്ടത്. അതുപോലെ തന്നെ വൻഫുൽ അൻഹ അൽ ഉബറൽ ബലാഗ്, അല്ലേ? അപ്പോൾ ഈ പൊടികളും അതുപോലെ തന്നെ ഈ അപകടം പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, തട്ടിയെടുക്കണം. നോക്കൂ, വൻഫുൽ അൻഹ അൽ ഉബറൽ ബലാഗ്, അപ്പോൾ ഈ പൊടികളും ഈ പ്രതിസന്ധികളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് തട്ടി മാറ്റണമെന്നാണ് എന്ത് ചെയ്യുന്നത് ആ കുട്ടി പറയുന്നത്. നോക്കൂ, നുനല്ലിലു തുർബത്തിനാ ബിൽ ഷജർ, എന്നിട്ട് പറയാണെന്ത്, മരങ്ങൾ നട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ മണ്ണിനെ എന്ത് ചെയ്യണം, വൃത്തിയാക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് മരങ്ങൾ എന്ത് ചെയ്യണം, നടണം. അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ മരങ്ങൾ മുളയ്ക്കുന്നതോട് മൂലം, അപ്പോൾ ആ മരങ്ങൾ നട്ട് വളർത്തുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ എന്ത് ചെയ്യണം, മാറിപ്പോകണം. കുട്ടി വീണ്ടും പറയാണ്, ഫബിഅത്തുന അസ്ബഅത്തു ഫിൽ ഖത്തർ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ പരിസ്ഥിതി വളരെ മലിനമായിട്ടുണ്ട്. ഫതത്ഹീറുഹാ വ ഖൈറു ദവാ, അതിനെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് ഖൈറു ദവാ, ഏറ്റവും നല്ല മരുന്ന്, അല്ലേ? അപ്പോൾ ഈ പരിസ്ഥിതി ഇപ്പം വളരെ ശൂന്യമാണ്, വളരെ വൃത്തികേടിലാണ്. അപ്പോൾ ഈ പരിസ്ഥിതിയെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് ഈ പരിസ്ഥിതി നമുക്കിപ്പം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. അപ്പോൾ ഓരോ ചികിത്സക്കും ഓരോ രോഗത്തിനും എന്തുണ്ടാവും, ഓരോ മരുന്നുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മളെ കുട്ടി പറയാണ്, മനോഹരമായി നമ്മളെ കുട്ടി പാടുകയാണ്. എന്താ പാടുന്നത്? ഫബിഅത്തുന അസ്ബഅത്ത് ഫിൽ ഖത്തർ
വതത്ഹീറുഹാ വഖൈറു ദവാ. അല്ലേ? അപ്പോൾ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന് എന്നാണ് നമ്മുടെ ആര് പാടി വെക്കുന്നത്? കുട്ടി പാടി വെക്കുന്നത്. നോക്കൂ, ദുഹാനുൽ മസാനി, അല്ലേ? ദുഹാൻ എന്ന് പറഞ്ഞാൽ എന്താ? പുക. അപ്പൊ എവിടെ നിന്നുള്ള പുക? അൽ മസാനി, ഫാക്ടറികളിൽ നിന്നുള്ള പുക. അവ യുദ്ദുൽ അനാം, നമ്മുടെ ഉറക്കത്തെ എന്ത് ചെയ്യുന്നു? അത് കിടത്തിക്കളയുന്നു. യുസബ്ബിബു ശത്താ ദുർബ് സഖാം, അല്ലെ? ഒരുപാട് രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ആ ഫാക്ടറിയിലെ പുകകൾ കാരണം എന്ത് ചെയ്യുന്നു? ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വസൈലുൻ നുഫായാത്ത്, അല്ലേ? വസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുക്ക്. അപ്പൊ വസൈലുൻ നുഫായാത്ത്, പ്ലാസ്റ്റിക്കുകളുടെ ഒഴുക്ക് എന്താണ്? ഫീ കുല്ലി ആമിൻ, എല്ലാ വർഷവും എന്ത് ചെയ്യാണ്? പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ പോയാലും നമ്മുടെ സിറ്റി ഏരിയകളിൽ പോയാലും കാണാൻ കഴിയാത്തത്ര പ്ലാസ്റ്റിക്കുകൾ എന്തുണ്ടാവും? അവിടെയും ഇവിടെയും ആളുകൾ വലിച്ചെറിയുന്നതുണ്ടാകും. അല്ലാത്തതുമായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക്കുകളൊക്കെ എന്ത് ചെയ്യാണ്? നമ്മളെ ഭൂമി ഇങ്ങനെ താങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഏത് സമയത്ത് എന്ത് ചെയ്യും? ഭൂമിക്ക് അത് വളരെ ദോഷകരമായി മാറും. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന് പൊന്നുമക്കളെ, ആ ഭൂമിയെ നമ്മൾ കാരണം എന്താവരുത്? ഒരു പ്ലാസ്റ്റിക് നമ്മൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. നമ്മൾ കാരണം ഭൂമിക്ക് എന്ത് ചെയ്യരുത്? ഒരു പ്രയാസവും ഉണ്ടാവരുത്. അങ്ങനെ നമ്മളവിടെ നിയ്യത്ത് വെക്കുക, നമ്മളങ്ങോട്ട് കരുതുക മക്കളെ. എൻ്റെ കാരണത്താൽ ഇവിടെ എന്തായാലും ഒരു മലിനീകരണം ഉണ്ടാക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുക, ഓരോരുത്തരും ഉറപ്പിച്ച് പറയാം. ഞാൻ കാരണത്താൽ ഒരു മലിനീകരണവും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളെ ഭൂമി എന്ത് ചെയ്യും? വളരെ മനോഹരമാവും. നമ്മൾ പല വഴികളിലൂടെയും പോകുമ്പോൾ, എൻ്റെ മക്കൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല, നമ്മൾ പല വഴികളിലൂടെയും പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ റോഡ് സൈഡിൽ കാണാൻ കഴിയും. ഇത് എവിടെന്നാ ഈ റോഡ് സൈഡിൽ നിന്ന് വരുന്നത്? മക്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ കാറിൽ പോകുന്നവരും ബൈക്കിൽ പോകുന്നവരൊക്കെ എന്ത് ചെയ്യും? ആരും കാണാൻ സ്ഥലത്ത് എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ഒറ്റയേറ. ഞാൻ തന്നെ ഒരുപാട് തവണ രാവിലെയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ കാണും. അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്, അല്ലേ? ഏത് ചെങ്ങായിമാരെ ഈ വലിച്ചെറിയുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കാരണം ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മുടെ ഭൂമി നശിച്ചു പോകരുത്. നോക്കൂ, വസൈലുൻ നുഫായാത്ത്, പ്ലാസ്റ്റിക്കുകളുടെ ഒഴുക്ക് എന്നുള്ളത് ഫീ കുല്ലി ആമിൻ, എല്ലാ വർഷവും എന്താണ്? അതിങ്ങനെ അധികരിച്ച് വരികയാണ്. വയുഅദ്ദിദു കൗകബനാ ബിൽ ഫനാ, അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ കൗക്കബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രഹമാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിന് അത് എന്ത് ചെയ്യും? വല്ലാതെ ബാധിക്കും, അല്ലേ? പ്ലാസ്റ്റിക്കുകൾ നിരന്തരം ഇങ്ങനെ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടാൽ എന്ത് ചെയ്യും? ആ ഭൂമി മലിനമാകും. അപ്പൊ മലിനീകരണമായ ഭൂമിയിലായിരിക്കും പിന്നെ നമ്മൾ ജീവിക്കേണ്ടത്. അത്ര സുഖം ഉണ്ടാവില്ല, അത്ര സുഖമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം ഒരിക്കലും എന്താവരുത്? ഭൂമി മലിനമായി പോവരുത്. ഇലൽ ജിദ്ദി ഹയ്യാന ശുദ്ധു റിഹാല വബിൽ ഹിസ്സിൻ നർഫഉ താജിൽ കമാൽ. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഭൂമി എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. അപ്പം നമ്മളെ ഭൂമിക്ക് എന്ത് ചെയ്യണം? നല്ല കിരീടമായിട്ടുള്ള സ്ഥാനം നമുക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയുടെ മഹത്വത്തെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. നോക്കൂ, ഫതുർബത്തുന ഉരിഫത്ത് ബിൽ ജമാൽ, നമ്മുടെ മണ്ണ് എന്ത് ചെയ്യണം? ഉരിഫത്ത് ബിൽ ജമാൽ, അത് ഭംഗി കൊണ്ട് എന്ത് ചെയ്യണം? അറിയപ്പെടണം. എന്തൊക്കെ ഭംഗി കൊണ്ടാണ്? അതുബിൽ മിയാ, ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മൾ ഭൂമിയിൽ കിട്ടണം. അതുപോലെ തന്നെ തീബിൽ ഹവാ, ശുദ്ധമായിട്ടുള്ള വായു നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയിൽ കിട്ടണം. അപ്പം നമ്മുടെ ഭൂമി എന്ത് ചെയ്യണം? ശുദ്ധമായിട്ടുള്ള വായു കൊണ്ടും ശുദ്ധമായിട്ടുള്ള ജലം കൊണ്ടും എന്തായിരിക്കണം? നിറഞ്ഞതായിരിക്കണം. അല്ലാതെ ഒരുപാട് മലിനമായിട്ടുള്ള വായുവും മലിനമായിട്ടുള്ള ജലവുമായിട്ട് എന്ത് ചെയ്യരുത്? നമ്മുടെ ഭൂമി മാറിപ്പോവരുത് മക്കളെ. അത് ശ്രദ്ധിക്കേണ്ടത് വേറെ ആരും അല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ ഞാനും നിങ്ങളും നമ്മളുമാണ്, അല്ലേ? അല്ലാതെ വേറെ ആരോ വന്നിട്ടാണ് ഇവിടെ വേസ്റ്റുകൾ ഇടുന്നത് അല്ല. നമ്മൾ കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വേസ്റ്റുകളൊക്കെ നിറഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമക്കളും സാറും ഒരു ഡിസിഷൻ എടുക്കുകയാണ്. നമ്മൾ കാരണം എന്ത് ചെയ്യില്ല? ഒരു പ്ലാസ്റ്റിക് നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയണോ മക്കളെ? വേണ്ട. കൃത്യമായിട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ പാഠത്തിൽ പറഞ്ഞിരുന്നു, ഈ ഫുഡിൻ്റെ വേസ്റ്റുകൾ ഈ ബാസ്ക്കറ്റിൽ ഇടുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ചുവപ്പ് നിറത്തിലിടുക. അതുപോലെ തന്നെ മറ്റു പ്ലാസ്റ്റിക്കുകൾ എന്ത് ചെയ്യുക? ഗ്ലാസ് പോലത്തെ മറ്റു പ്ലാസ്റ്റിക്കുകൾ വേറെ ബോക്സിലിടുക. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ എൻ്റെ മക്കളും നമ്മളും സാറും ചെയ്താൽ ഈ ഭൂമിയിൽ എന്തുണ്ടാവില്ല? പിന്നെ വേസ്റ്റുകൾ അങ്ങനെ എന്ത് ചെയ്യില്ല? വെറുതെ നിൽക്കൂല. നക്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കവിയെ കുറിച്ചാണ് ഇനി പറയുന്നത്. വുലിദ മുഹമ്മദ് ഫാദിലി സുലൈമാൻ ബി ജസീറത്തിൽ കർക്കന മിൻ വിലായത്തിൽ സൊനാക്കസ് അസന 1950. അപ്പോൾ 1950 സൊറാക്കസ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കർക്കന എന്ന് പറയുന്ന ഒരു ജസീറയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മുഹമ്മദ് ഫാദിൽ സുലൈമാൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് മുഹമ്മദുൽ ഫാദിൽ സുലൈമാൻ എന്ന് പറയുന്ന നമ്മുടെ കവി ജനിച്ചിട്ടുള്ളത്. നോക്കൂ, യുഅ്തബറുൽ ഫഖീദ് അഹദ അബ്രസ് റൂമുസുൽ അൽ അദബി, അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? അൽ അദബ് വൽ സഖാഫ, അതായത് അദബ് സഖാഫ എന്താ? സംസ്കാരത്തിലും അതുപോലെ തന്നെ
സംസ്കാരത്തിലും അതുപോലെ തന്നെ അദബിലുമൊക്കെ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, സാഹിത്യത്തിലൊക്കെ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതീകമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ്, വളരെ സാഹിത്യപരമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടും വളരെ മുന്നേറ്റം നിൽക്കുന്ന ഒരു കവിയാണ് ആര്, നമ്മുടെ മുഹമ്മദ് ഫാദിൽ സുലൈമാൻ എന്ന് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെയാണോ? എന്നിട്ട് പറയുന്നത് വയുക്കല്ലബു അദ്ദേഹത്തിന് സ്ഥാനപ്പേര് കിട്ടി. ഏതിൽ? ബി അദീബി തുഫൂല എന്ന് പറഞ്ഞാൽ ബാലകലാ സാഹിത്യകാരൻ എന്നുള്ള അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ലഖബ് നാമായിട്ട്, വിളിപ്പേരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ എല്ലാവരും അദീബുൽ തുഫൂൽ, അതായത് ബാലകാല സാഹിത്യകാരൻ എന്ന നിലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ബയോഡാറ്റ എന്ത് ചെയ്യുക മക്കളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞതാ നുൻഷിദുൽ മദ്ലൂമ ബി അൽഹാനിൽ മുഖ്തലിഫ, വ്യത്യസ്തപരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാനാണ്, ആ ബൈത്തിനെ എന്ത് ചെയ്യാനാണ്, ചെല്ലി നോക്കാനാണ്, പാടി നോക്കാനാണ്. നോക്കൂ, അൽ മഫ്ഊമുൽ മദ്ലൂം, നമുക്ക് എന്ത് ചെയ്യാം, അടിയിൽ കൊടുത്തുള്ള പാരഗ്രാഫ് മനസ്സിലാക്കാം. ഇത് ടോട്ടലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൊന്നുമക്കളെ, ആ കവിതയിലുള്ള ആശയം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അൽ വലതു യുനാദി അസ്തിക്കാവു, നമ്മൾ പറഞ്ഞു ഒരു കുട്ടി എന്ത് ചെയ്യാനാണ്, അവൻ്റെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യാനാണ്, വിളിച്ച് ചേർക്കുകയാണ്. അപ്പോൾ നോക്കൂ, അൽ വലതു യുനാദി അസ്തിക്കാഹു ബി ലി ഹിഫാദി അലാ ബിഅത്തി ബിത്തആബിരി വ യുശജ്ജിഉം അൽ ഹിമായത്തിൽ അർളി മിന തലവുസ്, അതായത് പ്ലാസ്റ്റിക്കുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ നാടിനെ, നമ്മുടെ ഭൂമിയെ നമ്മൾക്ക് എന്ത് ചെയ്യണം, സംരക്ഷിക്കണം എന്ന് പറഞ്ഞു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, അവൻ്റെ കൂട്ടുകാരെയൊക്കെ എന്ത് ചെയ്യണം, ഐക്യപ്പെട്ട്, അല്ലേ, എല്ലാവരും ഐക്യപ്പെട്ട് നിൽക്കണം എന്നുള്ള വലിയൊരു സന്ദേശം നമ്മുടെ കുട്ടി എന്താണ് എല്ലാവരിലേക്കും കൊടുക്കുകയാണ്. അല്ല ഹിഫാദു അലാ ബിഅത്തിൻ ഖൈറ ദവാ, അവരുടെ കുട്ടി പറയുകയാണെന്ത്, കവി പറയുകയാണെന്ത്, അല്ല ഹിഫാദു അലാ ബിഅത്ത്, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്ത്, ഖൈറു ദവാ, അതിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന് എന്താണ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ് ഇന്നൻ നുഫായാസ്, നിശ്ചയമായിട്ടും പ്ലാസ്റ്റിക്കുകൾ, അല്ലേ, ദുഖാനുൽ മസാനി, അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുകകൾ എന്ത് ചെയ്യുന്നു, യുസബ്ബിബുൽ അംറാദിൽ മുഖ്തലിഫ, വ്യത്യസ്തപരമായിട്ടുള്ള രോഗങ്ങൾക്ക് അതെന്ത് ചെയ്യുന്നു, കാരണമാകുന്നു. അപ്പോൾ ഫസാദൽ ബി, അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി അത് നശിക്കാനുള്ള കാരണമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാക്ടറികളിൽ നിന്നുള്ള പുകകൾ എന്ത് ചെയ്യുന്നു, കാരണമായി മാറുന്നു. ഫ അലൈന തൻലീഫു, ഫ അലൈന, എന്നിട്ട് കവി പറയാണ്, ആ കവിതയിലൂടെ ഉടനീളം പറയാണ് എന്ത്, ഫ അലൈന തൻലീഫുൽ ബി, ആ പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എന്താണ്, ഫ അലൈന, നമ്മുടെ മേൽ ഉത്തരവാദിത്തമാണ്. വ ഹിഫാദു അലാ മാ ഇൽ ഹവ, അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളവും ശുദ്ധമായിട്ടുള്ള വായുവും എന്ത് ചെയ്യുക, കാത്തു സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. നോക്കൂ മക്കളെ, അപ്പോൾ ആ കവിതയുടെ ടോട്ടൽ ആശയം മനസ്സിലായോ? ഫുള്ള് നമ്മൾ പറഞ്ഞത് പരിസ്ഥിതിയെക്കുറിച്ച് മാത്രമാണ്. അപ്പം പരിസ്ഥിതി കീപ്പ് ചെയ്യണം, ആ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മറ്റുള്ളവർ ആരുടെയും ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഒക്കെ സ്വന്തം ഉത്തരവാദിത്തമാണെന്നാണ് ആ കവിതയിലൂടെ ഉടനീളം പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ മക്കളെ? മനസ്സിലായെന്ന് സാറ് വിശ്വസിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഈ കവിതയും കവിതയുടെ ആശയവും മനസ്സിലായോ? പറഞ്ഞാട്ടെ, മനസ്സിലായോ ഇല്ലേ? മനസ്സിലായി അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളോടൊരു പദസൂര്യൻ തന്നിട്ടുണ്ട്. അതിൽ വളരെ സിമ്പിളാണ്. ഈ ബിഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പരിസ്ഥിതിയാണ്. അപ്പോൾ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ എന്ത് ചെയ്യാനാണ്, കിതാബിൽ നിന്ന് എടുത്ത പാഠത്തിൽ നിന്ന് ഇങ്ങോട്ട് എഴുതിയെടുക്കാനാണ്. എത്ര സിമ്പിളാണ് മക്കളെ. തുർബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണ്. അപ്പോൾ ഈ പരിസ്ഥിതിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷജർ എന്നുള്ളത് എന്താണ്, മരം. അതെന്താണുണ്ട്, ഒരു പരിസ്ഥിതിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൽ ഹവാ എന്ന് പറഞ്ഞാൽ എന്താ, വായു. അതെന്താണ്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. അൽ മിയാ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം. അതും എന്താവുന്നുണ്ട്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ മക്കളെ? അപ്പോൾ അത്തരം വാക്കുകൾ നമ്മളോട് എന്ത് ചെയ്യാനാണ്, കലിമത്തുകൾ നമ്മളോട് ഇങ്ങോട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ തുർബത്ത് എഴുതാം അല്ലേ. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ അതൊരു പരിസ്ഥിതിയുമായിട്ട് കണക്ഷൻ ഉണ്ട് ഇല്ലേ മക്കളെ? ഒരു പരിസ്ഥിതിയുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കലിമത്ത് നമുക്ക് എന്ത് ചെയ്താൽ എഴുതിയെടുക്കുക. അതുകൊണ്ടാണ് സാറ് ഇവിടെ തുർബത്ത് എന്ന് എഴുതിയത്. അതുപോലെ തന്നെ ഷജർ എന്ന് പറഞ്ഞാൽ എന്താ, മരം എന്നുള്ളതാണ്. കാരണം എന്താ, ഒരു പരിസ്ഥിതി സംരക്ഷിക്കണമെങ്കിൽ, പരിസ്ഥിതി നിലനിന്ന് പോകണമെങ്കിൽ അല്ലേ, ഒരു പരിസ്ഥിതി നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം, അവിടെ നിർബന്ധമായിട്ട് മരങ്ങൾ വേണം. അപ്പോൾ ഷജർ എന്നുള്ളത് എന്താണ്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹവാ, നല്ല ശുദ്ധമായിട്ടുള്ള മലിനമായിട്ടുള്ള വായു അല്ല, ശുദ്ധമായ വായുവാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹവാ എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, അൽ മിയ എന്താണ്, വെള്ളം അല്ലേ. അപ്പം വെള്ളവും പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്, വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം, വെള്ളം എന്നുള്ള സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കാം. പറ്റൂലേ? ചേർത്ത് കൊടുത്തൂടെ? ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉബാർ എന്ന് പറഞ്ഞാൽ എന്താ, പൊടി. അപ്പം പരിസ്ഥിതിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൊടി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുഖാൻ എന്ന് പറഞ്ഞാൽ എന്താ, പുക. അപ്പോൾ ഫാക്ടറിയിലെ പുക എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. അപ്പോൾ ദുഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
പുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ പുകയും എന്ത് ചെയ്യുന്നുണ്ട്, ആ ബിഅ എന്നുള്ള സെൻറ്റൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ വാക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പദസൂര്യൻ കൊടുത്താൽ അതിലെന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കണക്ഷൻ ചെയ്യാൻ കഴിയും. ഇതാണ് സാർ എന്ത് ചെയ്തത് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യുക, ഒരു ബിഅത്തുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യുക, നമ്മൾ മനോഹരമായിട്ട് പഠിച്ചു വെക്കുക. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നല്ല മാർക്ക് പൊന്നുമക്കളെ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ കഴിയും, വാങ്ങാൻ കഴിയും. ഓക്കെ ആണോ? ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയാണ് നഖ്താറുൽ അബിയാത്തിൽ മുനാസിബ് സുവരി കമാഫിൽ മിസാൽ. ഉദാഹരണത്തിൽ ഇതാ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? എല്ലാവരും ഈ ചിത്രം ശ്രദ്ധിച്ചാട്ടെ, എൻ്റെ എല്ലാ മക്കളും ഈ ചിത്രം ശ്രദ്ധിച്ചാട്ടെ. ഈ ചിത്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വരിയാണ് എന്ത് ചെയ്തത്, തൊട്ടടിയിൽ കൊടുത്തിട്ടുള്ളത്. ഫതർബത്തുനാ ഹുരിഫത്ത് ബിൽ ജമാലി വ അദബിൽ മിയാഇ വ തീബിൽ ഹവാ, അല്ലേ? അപ്പോൾ ഈ ഹവാവിനെ, വായുവിനെ സംരക്ഷിക്കലും അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം കൊടുക്കലും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കലും എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നല്ല മനോഹരമായ വായുണ്ട്, നല്ല മരങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വരി തന്നെയാണ് കവിതയിലെ ഈ 2 വരികൾ, അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ? നോക്കൂ, ഈ ചിത്രം കണ്ടോ മക്കളെ? ഈ ചിത്രത്തിൽ ഒരു കുഞ്ഞു കുട്ടി ഒരു കുഞ്ഞു ചെടിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ നടന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു ചെടി എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്, കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ചെടി നടന്നുണ്ട്. അപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ബൈത്തിലെ വരി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടേക്ക് എഴുതിയെടുക്കണം. ഓക്കെ ആണോ? വളരെ സിമ്പിൾ അല്ലേ? നോക്കിയാട്ടെ മക്കൾ, വെറുതെ ഒന്ന് ആ ബൈത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കൂ. തുർബത്തുന ബിശ്ശജിരി വനുബിദു അൻഹാൽ അദാ വൽറ, അല്ലേ? അപ്പോൾ തുർബത്തിനെ ബിശ്ശജിരി നമ്മൾ എന്ത് ചെയ്യണം, മരങ്ങൾ എന്ത് ചെയ്യണം, നടണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഇവിടെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ആ വരി ചേരുന്നില്ലേ? അപ്പോൾ ഈ മണ്ണിനെ സംരക്ഷിക്കാനല്ലേ നമ്മൾ മരങ്ങൾ നടുന്നത്? അപ്പം സ്വാഭാവികമായിട്ടും ഉറപ്പിക്കാം, ഈ ബൈത്തിലെ എത്രാമത്തെ വരിയാ മക്കളെ? 3ാമത്തെ വരി, അല്ലേ? അപ്പോൾ ഈ ബൈത്തിലെ 3ാമത്തെ വരി എന്താണ്, ഈ ലൈനുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ലൈനാണ്. അപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യണം, ഈ ചിത്രം കണ്ടാൽ ഉടനെ എന്ത് ചെയ്യണം, കവിതയിൽ എന്ത് ചെയ്യണം, ആ ഷജർ വ തുനബുത്തുന എന്നുള്ള വരി എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എഴുതിയെടുക്കണം. നോക്കിയാട്ടെ മക്കളെ, അടുത്തതെന്താണ്? എല്ലാവരും ഭൂമിക്ക് ചുറ്റും, അല്ലേ? നോക്കൂ, ഈ ഭൂമിക്ക് ചുറ്റും എന്താണ്, എല്ലാവരും കൈ കോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലേ? എല്ലാവരും കൈ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ, ഈ ഫോട്ടോ നമ്മളോട് പറഞ്ഞത് എന്താ, ഈ ഫോട്ടോവുമായിട്ട് ഏതാണോ ബൈത്തിൽ ഏത് വരിയാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ വരി ഇങ്ങോട്ട് എഴുതിയെടുക്കാനുള്ള വളരെ സിമ്പിൾ പരിപാടിയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നോക്കിയാട്ടെ മക്കളെ, പൊന്നുമക്കൾ എല്ലാവരും ഒന്ന് നോക്കിയാട്ടെ, ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഏത് വരി ആയിരിക്കാം ശരി? എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, നോക്കിയാട്ടോ, എല്ലാവരും ഒന്ന് മനസ്സ് പറഞ്ഞു നോക്കി ഏതാ ശരി ഉണ്ടാവുകയെന്ന്. നോക്കൂ, നേരെ ബൈത്തിലേക്ക് നമുക്ക് പോകാം. നേരെ ബൈത്ത് പോയാൽ നോക്കൂ, തആലൗ മഹി അയ്യുൽ അസ്തിക നശുദ്ദു അയാദി സ്വബാഹനും വസാ, അല്ലേ? നശുദ്ദു നമുക്ക് കൈ കോർത്ത് നിൽക്കാം, അയാദി നമ്മുടെ കൈകൾ എന്ത് ചെയ്യാം, ചേർത്ത് പിടിക്കാം, കോർത്ത് നിൽക്കാം, സ്വബാഹനുൽ മസാ എല്ലാ വൈകുന്നേരവും എല്ലാ രാവിലെയും നമുക്ക് എന്ത് ചെയ്യാം, കൈ ചേർത്ത് പിടിക്കാം. അപ്പോൾ ഈ 1ാമത്തെ വരി അല്ലേ മക്കളെ ഇവിടേക്ക് കണക്റ്റ് ആവുക? കാരണം എന്താ, കൈകൾ ചേർക്കൂ എന്നുള്ളൊരു ആശയം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോട്ടോത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഏത് വരിയാണ് പോവുക? 1ാമത്തെ വരിയാണ്. നോക്കൂ, ഏറ്റവും അവസാനത്തെ ചിത്രം നോക്കൂ, ഒരു മലിനീകരണം, അല്ലേ? അപ്പം പുക ഇങ്ങനെ വരുന്ന, ഫാക്ടറിയിൽ നിന്ന് പുക ഇങ്ങനെ വരുന്ന ചിത്രമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തോ ഒരു പുക വരുന്ന, ഫാക്ടറിയിൽ നിന്ന് പുക വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വരിയാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത്. എല്ലാവരും കവിതയിലേക്ക് വന്നാട്ടെ, കവിതയിലേക്ക് നോക്കു മക്കളെ. ദുഖാനുൽ മസാനി യുദിയൽ അനാമ് യുസബ്ബിബ് ശത്താൽ ദുറൂബ് സഖാം, ഈ വരിയല്ലേ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? കാരണം എന്താ, ദുഖാനുൽ മസാനി, അല്ലേ? ഫാക്ടറിയിൽ നിന്നുള്ള പുകകൾ എന്ത് ചെയ്യുന്നു, യുദി അനാമ് നമ്മൾ ഉറക്കത്തെ കെടുത്തിക്കളയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദുഖാൽ മസാനി എന്നുള്ള ഈ ഒറ്റ സെന്റൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണമെന്ത്, ഈ ദുഖാനുൽ മസാനി എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിലെ പുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരിയാണ് 1 2 3 1 2 3 4 5ാമത്തെ വരിയാണ് എന്ത്, ഇവിടെ കണക്ഷൻ എന്ത് ചെയ്യണം, എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നിർബന്ധമായിട്ടും ഓരോ വരികളും എന്ത് ചെയ്യണം, അർത്ഥം വെച്ച് പഠിക്കണം, അതിൻ്റെ ആശയം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഈ ചിത്രം ഇങ്ങനെ തന്ന് നമ്മളോട് എക്സാമിന് ചോദിച്ചാലും എൻ്റെ പൊന്നുമക്കൾക്ക് വളരെ മനോഹരമായിട്ട് എഴുതാൻ കഴിയണമെങ്കിൽ നമ്മൾ ഓരോ വരിൻ്റെയും കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ആശയം, ഓരോന്നിൻ്റെയും സെൻറ്റൻസ് വേർഡ് ബൈ നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വരിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ടോട്ടൽ കവിതയിൽ 6 വരിയാണ്, 7 വരിയാണ്, 8 വരിയാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ എല്ലാത്തിൻ്റെയും ലൈനിൻ്റെയും അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം,
നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം പൊന്നു മക്കളെ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഏത് ചിത്രം ചോദിച്ചിട്ട് ഈ കവിതയുമായി ബന്ധപ്പെട്ട ലൈൻ എഴുതാൻ പറഞ്ഞാലും നമുക്ക് മനോഹരമായിട്ട് എഴുതിക്കൂടെ, എഴുതാം. അതുകൊണ്ട് പൊന്നു മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നോക്കൂ, നുഇദ്ദു അൽ ലാഫിത്താത്ത്. നുഇദ്ദു അൽ ലാഫിത്താത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളോട് ബാനറുകൾ, ലാഫിത്താത്ത് എന്ന് പറഞ്ഞാൽ ബാനറുകളാണ്. അപ്പോൾ ബാനറുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കൂ, യുക്കാമു ഫിൽ മദ്രസത്തിൽ അൽ മിഹ്റജാനുൽ ഫന്നി. നമ്മുടെ മദ്രസയിൽ എന്ത് നടക്കുകയാണ്, ഒരു മിഹ്റജാനുൽ ഫന്നി എന്ന് പറഞ്ഞാൽ ആർട്സ് ഫെസ്റ്റ് അല്ലേ. അപ്പോൾ ഒരു ആർട്സ് ഫെസ്റ്റ് എന്താണ്, ആർട്സ് പ്രോഗ്രാം. മിഹ്റജാനുൽ ഫന്നി എന്ന് പറഞ്ഞാൽ ആർട്സ് പ്രോഗ്രാം എന്ത് ചെയ്യാണ്, നമ്മുടെ മദ്രസയിൽ നടക്കുകയാണ് പൊന്നു മക്കളെ. ഇത് നോക്കൂ, യഅ്തി അത്തുല്ലാബ്, കുട്ടികൾ വരുന്നു, മിനൽ മദാരിസിൽ മുജാവിയത്തിൽ മുഷാറക്കത്തി ഫിൽ മുസാബക. അപ്പോൾ നമ്മുടെ സ്വന്തം സ്കൂളിൽ എന്ത് ചെയ്യാണ്, ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പം പല ഭാഗത്തുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പം നോക്കൂ, കറർ ദാരിസൂന, അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ, അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന, പരിപാടി നടക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീരുമാനിച്ചെന്ത്, അൽ ഇഖ്ദാദുൽ ലാഫിത്താത്ത്, ഒരുപാട് ബാനറുകൾ സൃഷ്ടിക്കാൻ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അൽ ഇർഷാദാത്ത് അനിൽ ബിഅത്ത് ഇഫ്രാറുൽ മുൻദ അൽ അറബിയ. അപ്പോൾ സൂചനകളായിട്ട് എന്തിനു വേണ്ടിയിട്ട്, അൽ ബിയ, അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ചില ബാനറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കുട്ടികൾ തീരുമാനിക്കുകയാണ്. ഇഷ്റാഫിൽ മുൻദ അൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബി ആർട്സ് എന്താണ്, നമ്മുടെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ മുൻദാൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇത്തരം മേൽനോട്ടത്തിൽ, അപ്പോൾ ഇഷ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ, മേൽനോട്ടത്തിൽ, മുൻദാൽ അറബിയ എന്ന് പറഞ്ഞാൽ എന്താ, അറബി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അറബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില ബാനറുകൾ, നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ചില ബാനറുകൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാനാണ് കുട്ടികൾ തീരുമാനിക്കുകയാണ്. വനുസായിദു ബിൽ കലിമാത്തി മിന നസ്സി കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ തന്നെ നമ്മളോട് എന്താണ് പറയുന്നത്, ചില ബാനറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കൂ, നഹ്മി ബിഅത്തിന അൽ ഖാലിയ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിഅത്തിനെ, പരിസ്ഥിതിയെ സംരക്ഷിക്കാം എന്നൊരു ഉദാഹരണം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റു ബാനറുകൾ നമുക്ക് ഉണ്ടായിക്കൂടെ, ഏതാ സാറ് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, എന്താ, നെൻകുസു അനിൽ ബിഹത്ത് ബിൽ ഷജർ അല്ലേ. നെൻകുസു എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തട്ടിയെടുക്കാം. അപ്പോൾ അനിൽ ബിഅത്ത്, നമ്മുടെ പരിസ്ഥിതിയെ തട്ടിയെടുക്കാം, ബിൽ ഷജർ, അപ്പോൾ മരങ്ങൾ നട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രകൃതി എന്ത് ചെയ്യാം, സംരക്ഷിക്കാൻ എന്നുള്ളൊരു വേക്ക് നമുക്ക് എന്തെങ്കിലും ബാനർ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ചേർക്കാം. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, ഇവിടെ കാണുന്നില്ലേ, നോക്കൂ, നബ്അദു അനിൽ ബിഅത്തി അൽ അദാബ് അൽ ഉബാർ. നബ്അദു അനിൽ ബിഅത്തി, നമുക്ക് എന്ത് ചെയ്യാം, സംരക്ഷിക്കാം, അതായത് എന്ത് ചെയ്യാം, വൃത്തിയാക്കാം, നമുക്ക് ഒഴിവാക്കാം. അനിൽ ബിഅത്തി, ഈ പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. അൽ അദാബ് അൽ ഉബാർ, അപ്പോൾ പൊടികളും അതുപോലെ തന്നെ മലിനീകരണമൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കാം എന്നുള്ള ബാനർ എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നെല്ലുലുൽ തർബിയത്തുൽ ബിയത്തു ബിഷജർ, നമുക്ക് എന്ത് ചെയ്യാം, നെല്ലുൽ, നമുക്ക് തണലേകാം. തർബത്തു ബിഅ, അപ്പോൾ നമ്മുടെ പരിസ്ഥിതിയുടെ മണ്ണുകളെ നമുക്ക് എന്ത് ചെയ്യാം, തണലേകാം ബിൽ ഷജർ, മരങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിസ്ഥിതിയുടെ തണലുകളെ നമുക്ക് എന്ത് ചെയ്യാം, സൃഷ്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ തത്ഹീർ ബിഅത്തു ഹുവ ഖൈറു ദവാ, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു ബാനർ കൊടുക്കാം. എങ്ങനെയാണ്, തത്ഹീറുൽ ബിഅ, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് എന്താണ്, ഹുവ ഖൈറു ദവാ, അതാണ് ഏറ്റവും നല്ല മരുന്ന്. എന്ത് ചെയ്യാം, നമുക്ക് ബാനറുകൾ ഉണ്ടാക്കാം. ഇതൊന്നും സാറ് പുറത്തുനിന്ന് ഉണ്ടാക്കിയതല്ല. നോക്കൂ, ഈ കവിതയിൽ എന്തുണ്ട്, ഓരോ വരികളും. അപ്പം അതാണ് സാറ് പറയുന്നത്, എന്താ, നുദല്ലിൽ തുർബത്തിന ബി ഷജരി എന്നുള്ളത് എന്താണ്, ഒരു ബാനറാണ്. അതുപോലെ തന്നെ തുർബത്തിന ഉരിഫത്ത് ബിൽ ജമാൽ, തുർബത്തുന ഉരിഫത്ത് ബിൽ ജമാൽ എന്ത് ചെയ്യുക, നമുക്ക് മറ്റൊരു ബാനർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നഹ്മിയ ബിയത്തന അൽ ഖാലിയ, അപ്പോൾ അതുപോലെ തന്നെ നെൻകുസു അൻഹ ഉബാറുൽ ബലാഹ്, അതുപോലെ തന്നെ യുവദ്ദിദ് കൗകബന ബിൽ ഫലാ, അതുപോലെ തന്നെ ഹയ്യ നശുദ്ധു റിയാഹ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് ബാനറുകൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ കവിതയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കവിത നല്ലോണം പഠിച്ച് വെച്ച് അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, നമുക്ക് ബാനറുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചിത്രം തന്നിട്ട് ഏത് വരിയോടാണ് കണക്ഷൻ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും മനോഹരമായിട്ട് എന്ത് ചെയ്യുക, എഴുതിയെടുക്കാം. വളരെ സിമ്പിൾ അല്ലേ മക്കളെ. അപ്പോൾ ഈ ലാസ്റ്റ് ഇനി ചെറിയ മുഫ്രാദാത്തുകളും അതുപോലെ തന്നെ ജംകളും ചർച്ച ചെയ്യുകയാണ്. നോക്കൂ, കൈസ് എന്ന് പറഞ്ഞാൽ എന്താ, കൈസ് എന്ന് പറഞ്ഞാൽ എന്താ, കപ്പ് അല്ലേ. അപ്പോൾ കപ്പ് എന്നുള്ളതിന്റെ ജം ആണ്. അപ്പോൾ മുഫ്രാദ് പറഞ്ഞാൽ സിംഗിൾ എന്ത്, പ്ലൂറൽ. അപ്പോൾ ഏകവചനം അതുപോലെ തന്നെ ദ്വിവചനവും, അതായത് സിംഗുലറും അതുപോലെ തന്നെ പ്ലൂറലുമായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നു അല്ലേ. ഒരു കുട്ടി എന്നുള്ളതാണ് മുഫ്രദാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നുള്ളതാണ് ജം ആണ്. അപ്പോൾ നോക്കിയാട്ടെ, അപ്പോൾ കസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്, ഒരു കപ്പ്. കൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് കപ്പുകൾ. അതുപോലെ തന്നെ കീസ് എന്ന് പറഞ്ഞാൽ കവർ, ഒരു കവർ. അക്കിയാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് കവറുകൾ. അപ്പോൾ ഒന്നിനെ സൂചിപ്പിക്കാൻ മുഫ്രദും ഒരുപാട് കൂട്ടത്തെ സൂചിപ്പിക്കാൻ ജംഉമാണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പം കസ് എന്നുള്ളതിൻ്റെ മുഫ്രദാണ്, അല്ല കസ് എന്ന് പറഞ്ഞാൽ മുഫ്രദാണ്, അതിൻ്റെ ജം ആണ് എന്ത്, കൂസ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കീസ് എന്ന് പറഞ്ഞാൽ മുഫ്രദാണ്, അതായത് ഒരു കവർ എന്നുള്ളേ ഉള്ളൂ. പക്ഷെ അക്കിയാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കവറുകൾ. അതുപോലെ തന്നെ
മൗരിദ്, മവാരിദ്. അതുപോലെ തന്നെ സല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ട. അപ്പോൾ കൊട്ട എന്നുള്ളതിൻ്റെ എന്താണ്? ആണ് എന്ത്? സല്ലാത്ത്, കൊട്ടകൾ. സ്വദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരന്. പക്ഷെ നമ്മൾ പറയാണ് അസ്തിക, ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതാണ് അസ്തിക. അതുപോലെ തന്നെ മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ആശുപത്രി. ഒരൊറ്റ ആശുപത്രിക്കാണ് മുസ്തഷ്ഫ എന്ന് പറയുക. മുസ്തഷ്ഫിയാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശുപത്രികൾ. അപ്പോൾ കേരളത്തിൽ ഒരു മുസ്തഷ്ഫ ഉണ്ട്, ഒരു ആശുപത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫിൽ വിലായത്തിൽ കേരള മുസ്തഷ്ഫുൽ വാഹിദ എന്ന് പറയാം. പക്ഷേ മുസ്തഫയാത്തുൻ ഖസീറൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ആശുപത്രികൾ. അതുപോലെ തന്നെ ബക്കിയ, അതുപോലെ തന്നെ ബക്കായ. മാ, മിയാഗ്. അപ്പം മാ എന്ന് പറഞ്ഞാൽ വെള്ളം, മിയാഗ് എന്ന് പറഞ്ഞാൽ വെള്ളങ്ങൾ. വറക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ, ഔറാക്ക് എന്ന് പറഞ്ഞാൽ പേപ്പറുകൾ. അതുപോലെ തന്നെ സോയ എന്ന് പറഞ്ഞാൽ തളിക, സൂൻ എന്ന് പറഞ്ഞാൽ തളികകൾ. അപ്പോൾ ഒന്നിനെ സൂചിപ്പിക്കാൻ മുഫ്രദും കൂട്ടത്തെ സൂചിപ്പിക്കാൻ ജമുവും എന്ന് പറയും. പൊന്നു മക്കളെ, പിന്നെ ഇവിടെ ചെറിയ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പാഠവുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സാറ് മനസ്സിലാക്കുന്നു മൂന്നാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ മൊഡ്യൂളിൽ രണ്ടാമത്തെ ചാപ്റ്റർ എൻ്റെ 7ാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ നല്ലോണം മനസ്സിലായെന്ന് സാറ് വിശ്വസിക്കുന്നു. ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കവിതയുടെ ആശയം ഇങ്ങനെ കലക്കി കുടിക്കണം. ആ കവിതയുടെ ആശയം അങ്ങോട്ട് കലക്കി കുടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാം മക്കളെ? എല്ലാവർക്കും ഈ കവിതയിൽ നിന്ന് വാങ്ങാം. അത്രയും സിമ്പിളാണ് അല്ലേ? ഇവിടെ നമ്മളോട് ബാനർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ലാഫിത്താത്ത് എന്ന് പറഞ്ഞാൽ ബാനർ ആണെന്ന് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഈ ബാനറുകൾ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ എങ്ങനെയാ ഈ ബാനറുകൾക്ക് അറബിയിൽ ഉണ്ടാക്കാന്ന് വിചാരിക്കേണ്ട. കവിതയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആ ബാനറുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മളോട് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള പണി, ചിത്രം തരും. ആ ചിത്രം തന്നിട്ട് ആ ചിത്രം ഏത് ലൈനുമായിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ലൈൻ എന്ത് ചെയ്യുക? അങ്ങോട്ട് എഴുതി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? കവിതയുടെ ആശയം പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യുക? അത് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ ബിഅത്ത്, അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പദസൂചന തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്കുകൾ നമുക്ക് എഴുതി കൊടുക്കാനേ ഉള്ളൂ. അതും എന്ത് ചെയ്യുക? കവിതയിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ കവിതയുടെ ആശയം എന്താണെന്നും കവിയെക്കുറിച്ചും പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് എൻ്റെ പൊന്നുമക്കൾക്ക് 3ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനുകൾക്കും എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ആൻസർ എഴുതാൻ കഴിയും. സാറ് ഗ്യാരണ്ടിയാണ്. ഈ ക്ലാസ് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടാവില്ല. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് സാറ് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? മനോഹരമായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല പ്രതീക്ഷയോടെ പഠിക്കുക. എനിക്ക് മാർക്ക് കിട്ടൂലേ, എനിക്ക് എത്ര പഠിച്ചിട്ടും കാര്യമില്ലേ, അറബി തലയെ കയറൂലേ എന്ന് വിചാരിച്ച് പഠിച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? എനിക്ക് കഴിയും, എനിക്ക് കഴിയും എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ എന്ത് ചെയ്യുക? മനോഹരമായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും സാർ എന്ത് ചെയ്യട്ടെ? ക്രിസ്മസിൽ നല്ല മാർക്കില്ലേ, ക്രിസ്മസ് എക്സാമിൽ നല്ല വിജയ ശതമാനം ഉണ്ടാവട്ടെ. അറബിയിൽ ഒരാൾ പോലും തോൽക്കരുത്, സാറിന് സഹിക്കൂല. അപ്പം എന്ത് ചെയ്യണം? സാറിൻ്റെ ക്ലാസ് നിർബന്ധമായിട്ട് കേൾക്കുക, അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് അറിയിക്കണം. തൊട്ട് മുമ്പത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ആരും എന്ത് ചെയ്തില്ല, കമൻറ്റുകൾ അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ എന്ത് ചെയ്യണം? കമൻറ്റുകൾ ക്ലാസ്സിനെ കുറിച്ച് അറിയിക്കണം. എന്നാൽ എന്ത് ചെയ്യുക? നമുക്ക് മെച്ചപ്പെട്ട ക്ലാസ് എന്ത് ചെയ്യുക? എടുക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നൽകുന്നു. അപ്പോൾ അസ്സലാമ, ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.